ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം, മറ്റൊരു പേരായ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തുടർച്ചയായ മൂന്നാമത്തെ വീഡിയോ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഉള്ള 2 വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സിന്ധു നദീതട ജനത ഏതൊക്കെ മേഖലകളിലായിരുന്നു പ്രാവീണ്യം നേടിയിരുന്നത് എന്നാണ്. അതിൽ അർബൻ പ്ലാനിംഗ്, സിന്ധു സമൂഹം, എഴുത്തുവിദ്യ, വെങ്കലത്തിൻ്റെ ഉപയോഗം എന്നിവയെപ്പറ്റിയായിരുന്നു പറഞ്ഞു പോരുന്നത്. അതിൻ്റെ തുടർച്ചയായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് സിന്ധു നദീതട ജനതയുടെ വ്യവസായവും അവരുടെ വ്യാപാരവും എങ്ങനെയായിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ സിന്ധു നിവാസികൾ ആഭ്യന്തര വ്യാപാരവും വിദേശ വ്യാപാരവും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത്? അവർ ആഭ്യന്തര വ്യാപാരവും വിദേശ വ്യാപാരവും അവർ ചെയ്തിരുന്നു. അപ്പോൾ ആഭ്യന്തര വ്യാപാരത്തിന് പേര് കേട്ട സ്ഥലമാണ് രാജസ്ഥാനിലെ ഖേത്രി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആഭ്യന്തര വ്യാപാരത്തിന് പേര് കേട്ട സ്ഥലം ഏതായിരുന്നു? രാജസ്ഥാനിലെ ഖേത്രി ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ചെമ്പ് ഖനിയാണ് ഖേത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഖേത്രിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ചെമ്പ് ഖനിയാണ്. അപ്പോൾ സിന്ധു നിവാസികൾക്ക് ചെമ്പിൻ്റെ ഉപയോഗം അറിയാമായിരുന്നു. സോ എന്താണ്, ചെമ്പിനായി ഇവർ ഒരുപാട് ആശ്രയിച്ചിരുന്നതും ഖേത്രിയിലെ ചെമ്പ് ഖനികളെയായിരുന്നു. അപ്പോൾ എന്താണ്, സിന്ധു നിവാസികൾ ആഭ്യന്തര വ്യാപാരവും വിദേശ വ്യാപാരവും ചെയ്തിരുന്നു. ആഭ്യന്തര വ്യാപാരത്തിന് പേര് കേട്ട സ്ഥലമാണ് രാജസ്ഥാനിലെ ഖേത്രി. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ചെമ്പ് ഖനിയാണ് ഖേത്രി. സിന്ധു നിവാസികൾക്ക് ചെമ്പിൻ്റെ ഉപയോഗം അറിയാമായിരുന്നു. സോ ചെമ്പിനായി ഇവർ ഒരുപാട് ആശ്രയിച്ചിരുന്നതും ഖേത്രിയിലെ ചെമ്പ് ഖനികളെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ അഫ്ഗാൻ, ഇറാൻ, കടൽ കടന്ന് ഇറാഖിലെ മെസപ്പൊട്ടോമിയൻകാരുമായിട്ടും സിന്ധു നിവാസികൾ വിദേശ വ്യാപാരം പുലർത്തിയിരുന്നു. അപ്പോൾ എന്താണ്, അഫ്ഗാൻകാരുമായിട്ടും ഇറാൻകാരുമായിട്ടും അതുപോലെ കടൽ കടന്ന് ഇറാഖിലെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം ജനതകളുമായിട്ടും എന്താണ് സിന്ധു നിവാസികൾ വിദേശ വ്യാപാരം പുലർത്തിയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ മെലൂഹ എന്നൊരു പരാമർശമുണ്ട്. എന്താണ് മെലൂഹ? അപ്പോൾ ഇത് സിന്ധു നിവാസികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ മെലൂഹ എന്ന് പറഞ്ഞ പരാമർശം. അപ്പോൾ ഏതാണ്ട് BC 1700 മുതൽ 1750 വരെയുള്ള കാലഘട്ടത്തിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ മെലൂഹ എന്ന പരാമർശം കണ്ടിട്ടുള്ളതായിട്ട് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ഒരു പരാമർശം കണ്ടിട്ടുമില്ല. അതായത് പിന്നീട് സിന്ധു നിവാസികളുമായി ആ വിദേശ വ്യാപാര ബന്ധം നിലനിന്നിരുന്നില്ല എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ വ്യാപാര അധപതനത്തിലുള്ള കാരണം എന്താണെന്നുള്ളതിന് വ്യക്തമായൊരു കാരണവും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ BC 1750 എന്ന കാലഘട്ടം ലേറ്റ് ഫേസിൽ വരുന്നതാണെന്ന് നമുക്കറിയാം. ലേറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അധപ്പതിക്കുന്ന ഒരു കാലമാണ്. സോ അതായത് സിന്ധു നദീതട സംസ്കാരം അധപ്പതിച്ചു തുടങ്ങുന്നു എന്നതാണ് ഈ ഒരു പരാമർശം ഇതിൽ അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ മെലൂഹ എന്നൊരു പരാമർശമുണ്ട്. ഇത് സിന്ധു നിവാസികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് BC 1700 മുതൽ 1750 വരെയുള്ള കാലഘട്ടത്തിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൽ മെലൂഹ എന്ന പരാമർശം കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഈ പരാമർശം അപ്രത്യക്ഷമാവുകയും പിന്നീട് സിന്ധു നിവാസികളുമായി ആ വിദേശ വ്യാപാര ബന്ധം നിലനിന്നിരുന്നില്ല എന്നുള്ള തെളിവാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ വ്യാപാര അധപതനത്തിലുള്ള കാരണം എന്താണെന്നുള്ളതിന് വ്യക്തമായൊരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ BC 1750 എന്ന കാലഘട്ടം ലേറ്റ് ഫേസിൽ വരുന്നതായതിനാൽ സിന്ധു നദീതട സംസ്കാരം അധപ്പതിച്ചു തുടങ്ങുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഗ്രീക്ക് സംസ്കാരത്തിലും സിന്തോൺ എന്നൊരു പരാമർശമുണ്ട്. എന്താണ് സിന്തോൺ? അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിൽ സിന്തോൺ എന്ന് പറഞ്ഞ പരാമർശവും അതുപോലെ മെസപ്പൊട്ടോമിയയിൽ മെലൂഹ എന്ന് പറഞ്ഞൊരു പരാമർശവും ഉണ്ട്. അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിലെ സിന്തോൺ എന്ന പരാമർശം എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് അറിയാമോ? അതായത് പരുത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സിന്തോൺ എന്ന് പറയുന്നത്. അതായത് സിന്തോണിൽ നിന്നുള്ള ഉൽപ്പന്നം എന്ന പരാമർശമാണ് പരുത്തിയെ പറ്റിയിട്ട് ഗ്രീക്ക് സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. അതായത് സിന്ധു നദീതട സംസ്കാര ജനത പരുത്തിയൊക്കെ കൃഷി ചെയ്തിരുന്നുവെന്നും അവർ പരുത്തി വസ്ത്രമായി ഉപയോഗിച്ചിരുന്നുവെന്നും അവരത് വ്യാപാരം നടത്തിയിരുന്നതുമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ അവരിൽ നിന്നും ഈ ഗ്രീക്ക് ജനത എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പരുത്തി വാങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രീക്ക് സംസ്കാരത്തിൽ സിന്തോൺ എന്ന പരാമർശമുള്ളത്. ഇതിൻ്റെ മീനിങ് എന്താണ്? സിന്തോണിൽ നിന്നുള്ള ഉൽപ്പന്നം എന്ന പരാമർശമാണ് പരുത്തിയെ പറ്റിയിട്ട് ഗ്രീക്ക് സംസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. സിന്ധു നിവാസികൾ കൂടുതലായും കയറ്റുമതി ചെയ്തത് കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. എന്താണ്, സിന്ധു നിവാസികൾ കൂടുതലായും കയറ്റുമതി ചെയ്തത് കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ കരകൗശല വസ്തുക്കളുമായിരുന്നു. എന്തൊക്കെയാണ്? കാർഷിക ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളുമായിരുന്നു സിന്ധു നിവാസികൾ കൂടുതലായും കയറ്റുമതി ചെയ്തത്. അപ്പോൾ ഇറക്കുമതി ചെയ്തത് എന്തൊക്കെയായിരുന്നു? സ്വർണം, വെള്ളി പോലുള്ള ലോഹങ്ങളായിരുന്നു. എന്താണ്, സ്വർണം, വെള്ളി പോലെയുള്ള ലോഹങ്ങളായിരുന്നു സിന്ധു നിവാസികൾ കൂടുതലായും ഇറക്കുമതി ചെയ്തത്. അതേസമയം കയറ്റുമതി ചെയ്തത് എന്തൊക്കെയായിരുന്നു? കാർഷിക ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ബാർട്ടർ സിസ്റ്റമാണ് വ്യാപാരത്തിനായി അവർ സ്വീകരിച്ചിരുന്നൊരു മാർഗ്ഗം. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്ന്
പറഞ്ഞാൽ എന്താണ്? അതായത് ആ സമയത്ത് നാണയങ്ങളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധനം അങ്ങോട്ടേക്ക് നമ്മൾ ഒരു ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോൾ മറിച്ച് നമുക്കും എന്താ കിട്ടുന്നത്? നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് അല്ലേ? അപ്പം നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നാണയങ്ങൾക്ക് പകരം നമ്മൾ സാധനങ്ങളാണ്, ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ സിന്ധു നിവാസികൾക്ക് വ്യക്തമായിട്ടുള്ളൊരു അളവ് തൂക്ക സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താണ്? സിന്ധു നിവാസികൾക്ക് എന്തുണ്ടായിരുന്നു? വ്യക്തമായിട്ടുള്ളൊരു അളവ് തൂക്ക സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് അവർ കൂടുതലായി ഉപയോഗിച്ച സംഖ്യ ഏതായിരുന്നു അറിയോ? 16ഉം 16ൻ്റെ ഗുണിതങ്ങളുമായിരുന്നു. അപ്പോൾ എന്താണ്? സിന്ധു നിവാസികൾക്ക് വ്യക്തമായിട്ടൊരു അളവ് തൂക്ക സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതിനായി അവർ കൂടുതലായി ഉപയോഗിച്ച സംഖ്യ ഏതായിരുന്നു? 16ഉം 16ൻ്റെ ഗുണിതങ്ങളുമായിരുന്നു. ഓക്കെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സൈന്ധവ നദീതട സംസ്കാര കേന്ദ്രമാണ് ലോത്തൽ. എന്താണ്? ലോത്തൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ് അല്ലേ? അപ്പോൾ ഗുജറാത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട നദീതട സംസ്കാര കേന്ദ്രം ഏതായിരുന്നു? ലോത്തലായിരുന്നു. അപ്പോൾ സിന്ധു നിവാസികളുടെ ഒരു പ്രധാന തുറമുഖമാണിത്. അപ്പോൾ സിന്ധു നിവാസികളുടെ ഒരു പ്രധാന തുറമുഖമായിരുന്നു എന്ത്? ലോത്തൽ എന്ന് പറയുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. അപ്പോൾ അറേബ്യൻ സീക്ക് അരികത്തായിട്ടാണ് ആര് വരുന്നത്? ഈ ലോത്തൽ എന്ന് പറഞ്ഞ പ്രദേശം വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തുറമുഖ കേന്ദ്രമാണ് ലോത്തൽ. അപ്പം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത കേന്ദ്രമാണ് ഗുജറാത്തിലുള്ള ലോത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ കൂടാതെ ഇവിടെ കപ്പൽ നിർമ്മാണവും ബോട്ട് നിർമ്മാണവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താണ്? കപ്പൽ നിർമ്മാണവും ബോട്ട് നിർമ്മാണവും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഗുജറാത്തിലെ ലോത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിൽ ഈ ലോത്തൽ കണ്ടെത്തിയത് ആരാണെന്ന് അറിയാമോ? 1953 SR റാവു. എന്താണ്? SR റാവു അല്ലെങ്കിൽ ഷിക്കാരിപുര രംഗനാഥ റാവു. എന്താണ്? ഷിക്കാരിപുര രംഗനാഥ റാവു അല്ലെങ്കിൽ SR റാവു എന്ന് പറഞ്ഞ ഒരു പുരാവസ്തു ഗവേഷകനാണ് 1953 ഈ ഒരു ലോത്തൽ എന്ന് പറഞ്ഞ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം കണ്ടെത്തിയത്. ഓക്കെ. മറ്റൊരു സൈന്ധവ നദീതട സംസ്കാര കേന്ദ്രമാണ് സുക്ത ജെൻഡർ. എന്താണ്? മറ്റൊരു സൈന്ധവ നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? സുക്ത ജെൻഡർ അല്ലെങ്കിൽ മക്രാൻ തീരമെന്നും അതിനെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ പാക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബലൂചിസ്ഥാൻ്റെ അരികത്തുള്ള ഇറാൻ എന്ന രാജ്യവുമായുള്ള അതിർത്തിയിലെ തുറമുഖ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്? സുക്ത ജെൻഡർ. അപ്പോൾ സുക്ത ജെൻഡറും എന്ത് തന്നെയാണ്? ഒരു തുറമുഖ കേന്ദ്രമാണ് അല്ലേ? അപ്പോൾ എന്താണ്? പാക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബലൂചിസ്ഥാൻ്റെ അരികത്തുള്ള ഇറാൻ എന്ന രാജ്യവുമായുള്ള അതിർത്തിയിലെ തുറമുഖ കേന്ദ്രമാണ് എന്ത്? സുക്ത ജെൻഡർ അല്ലെങ്കിൽ മക്രാൻ തീരം എന്ന് പറഞ്ഞു. അയണേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിന്ധു നദീതട നിവാസികൾ സ്ഥിരമായി ഒരിടത്ത് താമസിക്കുകയും കൃഷി ചെയ്യുകയും അത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആഭ്യന്തര തലത്തിലും വിദേശത്തോട്ടുമൊക്കെ ഇവർ വ്യാപാരം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ധാരാളം തുറമുഖ കേന്ദ്രങ്ങളും നിർമ്മിച്ചത്. ദെൻ മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി സൈന്ധവ ജനതയ്ക്ക് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. അപ്പോൾ എന്താണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായി സൈന്ധവ ജനതയ്ക്ക് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ കേന്ദ്രമായിരുന്ന തുറമുഖ കേന്ദ്രമാണ് സുക്ത ജെൻഡർ. അപ്പം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു മെസപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് സൈന്ധവ ജനത വാണിജ്യ ബന്ധം പുലർത്തിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ മെലൂഹ എന്നൊരു പരാമർശം സിന്ധു നിവാസികളെ പറ്റിയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെ എന്താണ്? ഈ സൈന്ധവ ജനതയ്ക്ക് വാണിജ്യ ബന്ധമുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ആരുമായിട്ടാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു, അതായത് തുറമുഖ കേന്ദ്രമായിരുന്നു എന്ത്? സുക്ത ജെൻഡർ. ഓക്കെ. ഇത്രയുമാണ് നമ്മുടെ എന്താണ് സിന്ധു നിവാസികളുടെ വ്യവസായവും വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വ്യവസായം വ്യാപാരം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നമ്മൾ അവിടെയും ഇവിടെയായിട്ടൊക്കെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം അതുപോലെ ഗ്രീക്ക് സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടു. അതൊക്കെ നമ്മളിനി നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ വേറെ പഠിക്കും. എന്നിരുന്നാലും അതിപ്പോൾ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയി പോരുത്. എന്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്നും ഗ്രീക്ക് സംസ്കാരം എന്താണെന്നും നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുമായിട്ട് ഒരു ഇൻട്രഡക്ഷൻ മാത്രം ഞാനൊന്ന് പറയാം. ഓക്കെ. ആദ്യം നമുക്ക് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പം ശരിക്കും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അപ്പം നദികൾക്കിടയിൽ എന്നർത്ഥം വരുന്നത് എന്താണ്? നദികൾക്കിടയിൽ എന്നർത്ഥം വരുന്ന മെസപ്പൊട്ടോമിയ എന്ന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ ഇറാഖിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം എന്താണ്? നദികൾക്കിടയിൽ എന്നാണ് മെസപ്പൊട്ടോമിയൻ എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ അർത്ഥം. അപ്പം ഈ ഒരു പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നതെന്ന് അറിയാമോ? ഇന്നത്തെ ഇറാഖിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് പണ്ടത്തെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഓക്കെ. അപ്പോൾ ജലസേചനം, കൃഷി, ഗതാഗതം തുടങ്ങിയവയ്ക്കായിട്ട് ഇവർ ജലം ഉപയോഗിച്ചിരുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? ടൈഗ്രിസ്, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന 2 നദികളെയായിരുന്നു. അപ്പോൾ എന്താണ്? 2 നദികളെയായിരുന്നു ഇവർ ആശ്രയിച്ചിരുന്നത്. അപ്പോൾ എന്താണ്? ജലസേചനത്തിനും കൃഷിക്കും ഗതാഗതത്തിനുമൊക്കെ ആയിട്ട് ഇവർ ടൈഗ്രിസ്, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന 2 നദികളെയാണ് ഇവർ ആശ്രയിച്ചിരുന്നത്. ശരിക്കും ഈ 2 നദികളുടെ ഇടയിലായിട്ടാണ് ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന കാര്യവും നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഈ നദികളുടെ തീരത്ത് തന്നെയാണ് ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം അഭിവൃദ്ധി പ്രാപിച്ചു വന്നതും. ഓക്കെ.
അതുപോലെ മെസപ്പൊട്ടോമിയയുടെ ചരിത്ര മേഖലയിൽ ഇന്നത്തെ തെക്കു പടിഞ്ഞാറൻ ഇറാഖും അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ തുർക്കിയുടെ ഭാഗങ്ങളും അതുപോലെ വടക്ക് കിഴക്കൻ സിറിയയുടെ ഭാഗങ്ങളും കുവൈറ്റും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്തായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണല്ലോ. ഇപ്പോഴത്തെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അത് വ്യാപിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇന്നത്തെ തെക്കു പടിഞ്ഞാറ് ഇറാഖിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലും തുർക്കിയുടെ തെക്ക് കിഴക്കൻ സ്ഥലങ്ങളിലും അതുപോലെ സിറിയയുടെ വടക്ക് കിഴക്കൻ കുറച്ച് സ്ഥലങ്ങളും അതുപോലെ കുവൈറ്റിലും ഒക്കെ ആയിട്ടാണ് മെസപ്പൊട്ടോമിയയുടെ ഒരു സംസ്കാരം നിലനിന്നിരുന്നത്. അതുപോലെ BC 10,000 ആരംഭിച്ച നവീന ശിലായുഗ വിപ്ലവത്തിൻ്റെ ആദ്യകാല സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്ന സ്ഥലം കൂടിയാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് BC 10,000 ആരംഭിച്ച നവീന ശിലായുഗ വിപ്ലവത്തിൻ്റെ ആദ്യകാല സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന സ്ഥലം കൂടിയാണ് മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ന് മെസപ്പൊട്ടോമിയ അറിയപ്പെടുന്നത് ഇറാഖ് എന്ന പേരിലാണ്. ഓക്കെ, മെസപ്പൊട്ടോമിയ ഇന്ന് കറക്റ്റായിട്ട് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഇറാഖ് എന്ന് പറഞ്ഞ പേരിലാണ്. അപ്പോൾ അതുപോലെ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിലും ആദ്യത്തെ ധാന്യവിളകളുടെ കൃഷികളിലും അതുപോലെ പുതിയ ലിപിയുടെ കണ്ടുപിടുത്തത്തിലും പിന്നെ ഗണിതം, ജ്യോതിശാസ്ത്രം ഇവയിലൊക്കെ എന്താണ് ഇവരുടെ പ്രാധാന്യം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ പറ്റി എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്താണ് നദികൾക്കിടയിൽ എന്നർത്ഥം വരുന്ന മെസപ്പൊട്ടോമിയ എന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്താണ് ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. അതുപോലെ ജലസേചനം, കൃഷി, ഗതാഗതം തുടങ്ങിയവയ്ക്കായി ഇവർ ടൈഗ്രിസ്, യൂഫ്രട്ടീസ് എന്നീ 2 നദികളെയാണ് ആശ്രയിച്ചിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ നദികളുടെ തീരത്ത് തന്നെയാണ് ഇവർ അഭിവൃദ്ധി പ്രാപിച്ചു വന്നത്. അതുപോലെ മെസപ്പൊട്ടോമിയയുടെ ചരിത്ര മേഖലയിൽ ഇന്നത്തെ തെക്കു പടിഞ്ഞാറൻ ഇറാഖും തെക്കു കിഴക്കൻ തുർക്കിയും വടക്കു കിഴക്കൻ സിറിയയും കുവൈറ്റും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. അതുപോലെ BC 10,000 ആരംഭിച്ച നവീന ശിലായുഗ വിപ്ലവത്തിൻ്റെ ആദ്യകാല സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന സ്ഥലമായ മെസപ്പൊട്ടോമിയ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിലും അതുപോലെ ആദ്യത്തെ ധാന്യവിളകളുടെ കൃഷികളിലും പുതിയ ലിപിയുടെ കണ്ടുപിടുത്തത്തിലും ഗണിതം, ജ്യോതിശാസ്ത്രം, കൃഷി എന്നിവയിലൊക്കെ ഇവരുടെ പ്രാധാന്യം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗ്രീക്ക് സംസ്കാരത്തെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഗ്രീക്ക് സംസ്കാരം? സോ ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 1200 BCക്കും 323 BCക്കും ഏതാണ് 1200 BCക്കും 323 BCക്കും ഇടയിലായി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മൈസീനിയൻ സംസ്കാരത്തിൻ്റെ അവസാനം മുതൽ ദി ഗ്രേറ്റ് അലക്സാണ്ടറിൻ്റെ മരണം വരെയുള്ള ഒരു കാലഘട്ടം. അപ്പോൾ എന്താണ് ഗ്രീക്ക് സംസ്കാരം എന്ന് പറഞ്ഞാൽ 1200 BCക്കും 323 BCക്കും ഇടയിലായി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ ഒന്ന് വ്യക്തമായി പറയുകയാണെങ്കിൽ മൈസീനിയൻ സംസ്കാരത്തിൻ്റെ അവസാനം മുതൽ ദ ഗ്രേറ്റ് അലക്സാണ്ടറിൻ്റെ മരണം വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ ഓരോ ടേംസ് നമ്മൾ എക്സ്ട്രാ ഇനി ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഈ ഒരു കാലഘട്ടത്തിനിടയിലാണ് ഗ്രീക്ക് സംസ്കാരം നിലനിന്നിരുന്നതെന്ന് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. സോ ഇപ്പം വടക്ക് കിഴക്കൻ മെഡിറ്ററേനിയൻ നാഗരികതയുടെ ഭാഗമായിരുന്നു എന്തെന്ന് പറയുന്നത് ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പുരാതന ഗ്രീക്ക് സംസ്കാരം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 1200 BCക്കും 323 BCക്കും ഇടയിലായി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത്. അതോടൊപ്പം വടക്ക് കിഴക്കൻ മെഡിറ്ററേനിയൻ നാഗരികതയുടെ ഒരു ഭാഗം കൂടിയായിരുന്നു. അപ്പോൾ രാഷ്ട്രീയപരമായും ഫിലോസഫിക്കലായും കലാശാസ്ത്രീയപരമായും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഈ ജനത മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായിട്ടാണ് അഭിവൃദ്ധി പ്രാപിച്ചത്. അപ്പോൾ അതാണ് മെഡിറ്ററേനിയൻ കടലിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ജനതയാണ് ഗ്രീക്ക് സംസ്കാരം. ഗ്രീക്ക് സംസ്കാരം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ പുരാതന ഗ്രീക്ക് സിവിലൈസേഷനിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട മറ്റു ചില സംസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? മൈനോവൻ സിവിലൈസേഷൻ, മൈസീനിയൻ സിവിലൈസേഷൻ, അതുപോലെ തന്നെ ആർക്കിക് പീരിയഡ്, ക്ലാസിക്കൽ പീരിയഡ്, പിന്നെ ഹെലനിസ്റ്റിക് പീരിയഡ് എന്നിവയൊക്കെ ഈ ഒരു ഗ്രീക്ക് സിവിലൈസേഷനിൽ ഉൾപ്പെട്ട മറ്റു ചില സംസ്കാരങ്ങളാണ്. അപ്പം ഈ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം സിന്ധു നദീതട സംസ്കാരങ്ങളെക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുമായ ഗ്രീക്കിൻ്റെ ഭൂമിശാസ്ത്രം ഇവരുടെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിച്ചു. അതുപോലെ ഗ്രീസിൻ്റെ 80% പർവ്വതങ്ങളാണ് ഉൾക്കൊണ്ടിരുന്നത്. അപ്പം ഗ്രീസിൻ്റെ 80% എന്തായിരുന്നു? പർവ്വതങ്ങളായിരുന്നു. അപ്പോൾ ചെറിയ നദികൾ മാത്രമേ ഈ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൃഷിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അനുയോജ്യമായിരുന്നില്ല ആ ഒരു ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും എന്താണ് ചെയ്തത്? മറ്റുള്ള ദ്വീപുകളെ കോളനിവൽക്കരിക്കുകയും അതുപോലെ അവിടെയൊക്കെ പോയി താമസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇവർ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളൊക്കെ കൊത്തുപണികൾ ചെയ്തു. അതിലാണ് കുറച്ചും കൂടെ അവർ അഭിവൃദ്ധി പ്രാപിച്ചത്. മാത്രവുമല്ല ഇവർ പതിയെ കടൽ യാത്രകളൊക്കെ ചെയ്യുകയും വ്യാപാരികളായി മാറുകയുമാണ് പുരാതന കാലത്തുണ്ടായിരുന്ന ഗ്രീക്ക് ജനത ചെയ്തിരുന്നത്. അപ്പോൾ എന്താണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്?
അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെയാണ് എന്ത് ചെയ്തത് ഈ ഗ്രീക്ക് ജനതയെ ഇത്തരത്തിലുള്ള ഒരു ജനതയാക്കി മാറ്റിയത്. അതായത് എന്താണ് 1200 ബി സിക്കും 323 ബി സിക്കും ഇടയ്ക്കായിട്ട് നിലനിന്നിരുന്ന കാലഘട്ടമാണ് ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത്. അതായത് മെഡിറ്ററേനിയൻ കടലിനെ ചുറ്റപ്പെട്ട് കിടന്ന ഒരു സംസ്കാരമാണ് ഗ്രീക്ക് സംസ്കാരം. അപ്പോൾ ഇവർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടും ഫിലോസഫിക്കലായിട്ടും കലാശാസ്ത്രീയപരമായിട്ടും ഒരുപാട് നേട്ടങ്ങൾ അവർ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംസ്കാരത്തിൽ തന്നെ എന്താണ് വേറെ കുറേ സംസ്കാരങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? മൈനോവൻ സിവിലൈസേഷൻ, മൈസീനിയൻ സിവിലൈസേഷൻ, ആർക്കിക് പീരിയഡ്, ക്ലാസിക്കൽ പീരിയഡ്, ഹെലനിസ്റ്റിക് പീരിയഡ്, ഇതൊക്കെ എന്താണ് ഈ ഒരു ഗ്രീക്ക് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നവയാണ്. പ്രകൃതി വിഭവങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുമായ ഗ്രേസിയറിൻ്റെ, അതായത് പ്രകൃതി വിഭവങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുമായ ഗ്രീക്കിൻ്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഇവരുടെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഗ്രീക്കിൻ്റെ 80% എന്താണ് പർവ്വതങ്ങളായിരുന്നു ഉൾക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെറിയ നദികൾ മാത്രമേ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയൊക്കെ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കൃഷിക്ക് എന്താണ് ഒട്ടുമാത്ര അനുയോജ്യമൊന്നും അല്ലായിരുന്നു. അപ്പോൾ തൽഫലമായി ആദ്യകാല ഗ്രീക്കുകാർ അയൽ ദ്വീപുകൾ എന്ത് ചെയ്തു, കോളനിവൽക്കരിക്കുകയും നിലവിലെ തുർക്കി പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഇവർ വാസസ്ഥലങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ട് കല്ലുകളിൽ എന്ത് ചെയ്തു, പലവിധ നിർമ്മിതികളും അവർ തീർത്തു. എന്നിട്ട് പതിയെ കടൽ യാത്രക്കാരും വ്യാപാരികളുമായി പുരാതന കാലത്തെ ഗ്രീക്ക് ജനത മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഞാനൊരു ചിത്രത്തിൽ എന്താണ് ഒരു ചെറിയൊരു നിർമ്മിതി കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഗ്രീക്ക് ജനതയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇനി സിന്ധു നദീതട നിവാസികളുടെ നെക്സ്റ്റ് അവരുടെ പ്രാവീണ്യം എന്ന് പറയുന്നത് അവർ നിർമ്മിച്ച മുദ്രകളിലും അതുപോലെ അല്ലെങ്കിൽ സീലുകളിലൊക്കെയായിരുന്നു. സോ ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ മോഹൻജൊദാരോയുമായി ബന്ധപ്പെട്ട് ധാരാളം മുദ്രകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാണ് മോഹൻജൊദാരോയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എന്ത് കിട്ടിയിട്ടുണ്ട്, മുദ്രകൾ അല്ലെങ്കിൽ സീൽസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സിന്ധു നദീതട സംസ്കാരം പഠിക്കുമ്പോൾ മുദ്രകൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. അപ്പോൾ യൂണിക്കോൺ സീല്, പശുപതി സീല്, യോഗി സീൽ എന്നിങ്ങനെ 3 തരത്തിലുള്ള സീൽസാണ് നമുക്ക് പ്രധാനമായും ലഭിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? യൂണിക്കോൺ സീല്, പശുപതി സീല്, യോഗി സീൽ എന്നിങ്ങനെ 3 തരത്തിലുള്ള സീലുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സിന്ധു നാഗരികൾ ഒരുപാട് സൗന്ദര്യബോധവും കലാബോധവും ഉണ്ടായിരുന്നുവെന്ന് ആ മുദ്രകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം എന്താണ്, സിന്ധു നാഗരികൾ ഒരുപാട് സൗന്ദര്യബോധവും കലാബോധവും ഉണ്ടായിരുന്നുവെന്ന് ആ മുദ്രകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പരിശോധിച്ചാൽ 100 കണക്കിന് ചതുരാകൃതിയിലുള്ള സീൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താണ്, ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് എന്താണ്, ചതുരാകൃതിയിലുള്ള സീലുകളാണ്. അപ്പോൾ ഈ മുദ്രകൾ സാധാരണയായി ഉണ്ടാക്കിയിരുന്നത് സ്റ്റിയാറ്റൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോണിൽ നിന്നുമാണ്. എന്താണ് സ്റ്റിയാറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോണിൽ നിന്നുമാണ് അവർ ഇങ്ങനെയുള്ള മുദ്രകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ടെറാക്കോട്ടയിലും അവർ മുദ്രകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്താണ്, ടെറാക്കോട്ടയിൽ കളിമണ്ണിലും അവർ മുദ്രകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ മുദ്രകൾ അവർ നിർമ്മിച്ചിട്ടുള്ളത് ഏതിലാണ്? സ്റ്റിയാറ്റൈറ്റ് എന്ന് പറയുന്നത് സ്റ്റോണിൽ നിന്നുമാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, മോഹൻജൊദാരോയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്. സിന്ധു നദീതട സംസ്കാരം പഠിക്കുമ്പോൾ മുദ്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. യൂണിക്കോൺ സീല്, പശുപതി സീല്, യോഗി സീല്, അങ്ങനെ 3 തരത്തിലുള്ള സീലുകളാണ് നമുക്ക് പ്രധാനമായും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സീലുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സിന്ധു നാഗരികൾ ഒരുപാട് സൗന്ദര്യബോധവും കലാബോധവും ഉണ്ടായിരുന്നു എന്ന് ആ മുദ്രകളിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലേ? ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പരിശോധിച്ചാൽ 100 കണക്കിന് ചതുരാകൃതിയിലുള്ള സീൽസ് അല്ലെങ്കിൽ മുദ്രകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുദ്രകൾ സാധാരണയായി ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, സ്റ്റിയാറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് സ്റ്റോൺ വെച്ചിട്ടാണ്. അതുപോലെ ടെറാക്കോട്ട അല്ലെങ്കിൽ കളിമണ്ണിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മുദ്രകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ മുദ്രകൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏതാണ്, സ്റ്റിയാറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റോണിൽ നിന്നുമാണ്. സിന്ധു നദീതട സംസ്കാരത്തിൽ പൊതുവെ ഈ മുദ്രകൾക്ക് നമ്മൾ ചതുരാകൃതിയാണെന്ന് പറഞ്ഞു. എന്താണ്, ചതുരാകൃതിയാണെന്ന് പറഞ്ഞു. എന്നാലും വൃത്താകൃതിയിലുള്ള സീലുകൾ അല്ലെങ്കിൽ മുദ്രകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൂടുതലും എന്താണ്, ചതുരാകൃതിയിലുള്ള മുദ്രകൾ തന്നെയാണ്. ഇപ്പോൾ ഇവയ്ക്കെന്ന് വെച്ചൊരു പ്രത്യേക സൈസും അവർ പറയുന്നുണ്ട്. അപ്പോൾ 2x2 സ്ക്വയർ ഇഞ്ചാണ്. അപ്പോൾ 2x2 സ്ക്വയർ ഇഞ്ചിലുള്ള ഒരു ചതുരാകൃതിയിലുള്ള മുദ്രകളാണ് ഏറ്റവും കൂടുതലായിട്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മുദ്രകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങൾ നമുക്ക് ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അറബി എഴുതുന്ന പോലെയാണ്, വലത് നിന്നും ഇടത്തേക്കാണ് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ സീലിൻ്റെ മുകളിൽ കുറേ സിമ്പിൾസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്ചറിൻ്റെ തന്നെ നോക്കിയാൽ സീലിൻ്റെ മുകളിലായിട്ട് കുറേ സിമ്പിൾസ് ഒക്കെ നമുക്ക് കാണാം. ഇത് ഏകദേശം ഒരു ഗ്രീക്ക് ലെറ്റേഴ്സിനോട് സാമ്യമുള്ള ലെറ്റേഴ്സാണ് ഇവ. ഏതിനോടാണ്? ഗ്രീക്ക് ലെറ്റേഴ്സിനോട്. അപ്പോൾ താഴെയായിട്ട് ഇതിലൊരു മൃഗത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് യൂണിക്കോൺ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പുള്ളൊരു ജീവിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൃഗം ഇന്ന് ഭൂമിയിലില്ല. ചിലപ്പോൾ അത് അന്ന് ഉണ്ടായിരുന്നൊരു മൃഗമോ അല്ലെങ്കിൽ അത് അവരുടെ ഭാവന പ്രകാരം അവരുണ്ടാക്കിയൊരു രൂപമോ ആയിരിക്കാം ഈ ഒരു എന്താണ് സീലിൽ കാണപ്പെടുന്ന മൃഗം അല്ലെങ്കിൽ യൂണിക്കോൺ അല്ലെങ്കിൽ ഒറ്റക്കൊമ്പുള്ള ജീവി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചില സീൽസൊക്കെ എന്താണ് ഗോൾഡിലും, ചിലത് ഐവറി അല്ലെങ്കിൽ ആനക്കൊമ്പുകളിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, സ്റ്റിയാറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്റ്റോണിലാണ് മുദ്രകൾ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ്. അതുപോലെ തന്നെ
കളിമണ്ണിലും നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചിലതെന്താണ് ഗോൾഡിലും അതുപോലെ തന്നെ ആനക്കൊമ്പുകളിലുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്താണ് സിന്ധു നദീതട സംസ്കാരത്തിൽ പൊതുവേ ഈ മുദ്രകൾക്ക് എന്താണ് ചതുരാകൃതിയാണുള്ളത്. വൃത്താകൃതിയിലുള്ളതുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചതുരാകൃതിയിൽ തന്നെയാണ്. 2x2 സ്ക്വയർ ഇഞ്ചാണ് ആ ഒരു ആകൃതി എന്ന് പറയുന്നത് എല്ലാത്തിനും. അപ്പോൾ ഈ മുദ്രകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങൾ നമുക്ക് ഇതുവരെ വായിച്ചെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സിലിൻ്റെ മുകളിൽ കുറേ സിമ്പിൾസ് ഒക്കെ നമുക്ക് കാണാം. ഇത് ഏകദേശം ഗ്രീക്ക് ലെറ്റേഴ്സിനോട് സാമ്യമുള്ള ലെറ്റേഴ്സ് ആണ്. അപ്പോൾ താഴെയായിട്ട് ഇവരൊരു മൃഗത്തെ കാണിച്ചിട്ടുണ്ട്. ഒരു ഒറ്റക്കൊമ്പുള്ള ജീവി അല്ലെങ്കിൽ യൂണിക്കോൺ ആണ്. പക്ഷേ ഈ ഒരു മൃഗം ഇന്ന് ഭൂമിയിലില്ല. ചിലപ്പോൾ അന്ന് ഉണ്ടായിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഭാവനയിലുള്ളൊരു മൃഗമായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഈ ഒരു രൂപം എന്താണ് ഗോൾഡിലും അതുപോലെ തന്നെ ഐവറി അല്ലെങ്കിൽ ആനക്കൊമ്പുകളിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂണിക്കോണിൻ്റെ മാത്രമല്ല കാള, കാട്ടുപോത്ത്, അതുപോലെ ആന, കടുവ, സർപ്പങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുള്ള ഇത്തരം മുദ്രകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മുദ്രയിൽ പോലും കുതിരയുടെ ചിത്രം ആരും അതിനകത്ത് ഇങ്ങനെ കൊത്തിവെച്ചതായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്നുള്ളൊരു അനുമാനം എന്ന് പറയുന്നത് സിന്ധു നിവാസികൾക്ക് കുതിര എന്ന മൃഗത്തെ പരിചയമില്ലായിരുന്നു എന്നാണ്. അപ്പോൾ എന്നാൽ സുർക്കോട്ടാട എന്ന ഗുജറാത്തിലെ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കുതിരയുടെ അസ്ഥി കൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് കാള, കാട്ടുപോത്ത്, യൂണിക്കോൺ, ആന, കടുവ, സർപ്പങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുള്ള മുദ്രകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു മുദ്രയിൽ പോലും കുതിരയുടെ ചിത്രം കൊത്തിവെച്ചിട്ടില്ല. അതിൽ നിന്നുള്ളൊരു അനുമാനം എന്ന് പറയുന്നത് സിന്ധു നിവാസികൾക്ക് കുതിര എന്ന മൃഗത്തെ പരിചയമില്ലായിരുന്നു എന്നാണ്. അപ്പോൾ എന്നാൽ സുർക്കോട്ടാട എന്ന ഗുജറാത്തിലെ മറ്റൊരു കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കുതിരയുടെ അസ്ഥികൂടവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിക്കോൺ മുദ്ര ധാരാളമായി കണ്ടെടുത്തത് മോഹൻജൊദാരോ ഭാഗത്ത് നിന്നാണ്. എന്താണ് മോഹൻജൊദാരോയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് യൂണിക്കോൺ മുദ്രകൾ കിട്ടിയിട്ടുള്ളത്. ഇത്തരം മുദ്രകളിലെ മറ്റൊരു രൂപമാണ് താടിയുള്ള പുരോഹിതന്റെ രൂപം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഇത്തരം മുദ്രകളിലെ മറ്റൊരു രൂപമാണ് താടിയുള്ള പുരോഹിതന്റെ രൂപം. ഇതെന്ന് പറഞ്ഞാൽ കണ്ണു പകുതി അടഞ്ഞ് ധ്യാന നിമഗ്നനായ ഒരു പുരോഹിതന്റെ ചിത്രമാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പം എന്താണ് കണ്ണു പകുതി അടഞ്ഞ് ധ്യാന നിമഗ്നനായ ഒരു പുരോഹിതന്റെ ചിത്രമാണെന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. അതുപോലെ പശുപതി സീലുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഇതൊരു ശിവന്റെ രൂപം പോലെ തോന്നിക്കുന്ന ഒരു രൂപമാണ്. അപ്പം എന്താണ് ശിവന്റെ രൂപം പോലെ തോന്നിക്കുന്ന ഒരു രൂപമാണ് പശുപതി സീൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ മുദ്രകളുടെ പ്രാധാന്യം എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പം എന്തിനൊക്കെയാണ് ഈ സിന്ധു നദീതട ജനത മുദ്രകൾ അല്ലെങ്കിൽ സീൽസ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് നമ്മൾ നാണയങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന പോലെ ഇത്തരത്തിലുള്ള സീൽസ് പണ്ട് കാലത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സിനൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്ന പോലെ പണ്ടത്തെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കൈമാറിയിരുന്ന ഒരു വസ്തുവായിട്ട് എന്താണ് മുദ്രകൾ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള സീൽസ് ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രേതബാധകളിൽ നിന്നൊക്കെ മോക്ഷം കിട്ടും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പം എന്താണ് ഇത്തരത്തിലുള്ള മുദ്രകളൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രേതബാധ പോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മോക്ഷം കിട്ടുമെന്നും അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ ഇതിലെ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയോ ആശയങ്ങൾ കൈമാറാനാണ് എന്നൊരു അർത്ഥമാണ്. അപ്പം എന്താണ് ഇതിലെ ആശയങ്ങളൊക്കെ ഇതിനകത്തുള്ള അക്ഷരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്തൊക്കെയോ ആശയങ്ങൾ കൈമാറാനാണ് എന്നാണ്. അതായത് യൂസർ ആസ് ആൻ എഡ്യൂക്കേഷണൽ ടൂളായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നു എന്ന്. അതുപോലെ ഒരു പ്രത്യേക കുലത്തെ കാണിക്കാനുള്ള ഐഡൻറ്റിറ്റി കാർഡായിട്ടും എന്ത് ചെയ്തു ഈ സീൽസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഒരു പ്രത്യേക കുലത്തെ കാണിക്കാനുള്ള ഐഡൻറ്റിറ്റി കാർഡായിട്ടും എന്ത് ഉപയോഗിച്ചിരുന്നു ഈ സീൽസ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ മുദ്രകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്? അപ്പോൾ ഇന്ന് നമ്മൾ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നത് പോലെ ഇത്തരത്തിലുള്ള സീൽസുകൾ പണ്ട് കാലത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സിന് ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള സീൽസ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രേതബാധകളിൽ നിന്നൊക്കെ മോക്ഷം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ ഇതിലെ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയോ ആശയങ്ങൾ കൈമാറാനാണ് എന്നാണ്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ എഡ്യൂക്കേഷണൽ ടൂളായിട്ട്. ഓക്കെ, ദെൻ ഒരു പ്രത്യേക കുലത്തെ കാണിക്കാനുള്ള ഐഡൻറ്റിറ്റി കാർഡായിട്ടും ഈ സീലുകൾ ഉപയോഗിച്ചിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സിന്ധു നിവാസികളുടെ വേഷവിധാനങ്ങളും അവരുടെ ഓർണമെൻറ്റ്സ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഇനി നോക്കാം. ഓക്കെ, അപ്പോൾ വളകൾ, മുത്തുകൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ധാരാളം ഫാക്ടറീസും അതിൻ്റെ വിൽപ്പനയ്ക്കായി ഷോപ്പുകളും ഉണ്ടായിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ചൻഹുദാർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ചൻഹുദാറിൽ എന്തൊക്കെയുണ്ട്? വളകൾ, മുത്തുകൾ എന്നിവയുടെ നിർമ്മാണത്തിനായിട്ട് ധാരാളം ഫാക്ടറീസും അതുപോലെ തന്നെ അതിൻ്റെ വിൽപ്പനയ്ക്കായിട്ട് കടകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ മഷിക്കുപ്പി അല്ലെങ്കിൽ ഇങ്ക് പോട്ടൊക്കെ എന്താണ് ചൻഹുദാറിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അന്നത്തെ കാലത്തെ മനുഷ്യർ മുണ്ടും ഷോളുമായിരുന്നു ധരിച്ചിരുന്നത്. അപ്പോൾ അവർ ഷോൾ എങ്ങനെയാണ് ധരിച്ചിരുന്നത് എന്നത് ഒരു പ്രീസ്റ്റിൻ്റെ പ്രതിമയിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എന്താണ് അന്നത്തെ കാലത്തെ മനുഷ്യർ എന്താണ് വേഷം? അവരുടെ മുണ്ടും ഷോളുമായിരുന്നു അവർ ധരിച്ചിരുന്നത്. അപ്പോൾ അവർ ഷോൾ എങ്ങനെയാണോ ധരിച്ചിരുന്നത് എന്നത് ഒരു പ്രീസ്റ്റിൻ്റെ പ്രതിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു തെളിവായിട്ട്. അതിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ പലതരത്തിലുള്ള ഹെയർ സ്റ്റൈൽസ്, താടിയൊക്കെ ഉപയോഗിച്ചിരുന്നതിലും ഒക്കെ എന്താണ് അവർ ഫാഷനിൽ വളരെ കോൺഷ്യസ് ആയിരുന്നു നമുക്ക് അനുമാനിക്കാം. അപ്പോൾ എന്താണ് അവർ ഓരോ രീതിക്കുമുള്ള ഹെയർ സ്റ്റൈലുകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ സിന്നബാർ അല്ലെങ്കിൽ മെർക്കുറിക് സൾഫൈഡ് എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഒരു അയിരാണ്. എന്ന് വെച്ചാൽ ചുവപ്പ് നിറത്തിലൊരു ചെറിയ കല്ലാണിത്. അപ്പോൾ ഇതെന്താണ് അവരുടെ കോസ്മെറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഫേസ് പെയിൻ്റായിട്ടൊക്കെ അവരിത് ഉപയോഗിച്ചു. അന്നത്തെ റോസ് പൗഡറായിട്ടും അതുപോലെ തന്നെ കവിളുകൾക്ക് ചുവന്ന നിറം നൽകാനായിട്ടുള്ള റോസ് പൗഡറായിട്ട് എന്താ അവർ യൂസ് ചെയ്തു? ഈ
മെർക്കുറിക് സൾഫൈഡ് അവർ യൂസ് ചെയ്തു. അതുപോലെ ഇത് എന്താണ് അവർ തന്നെ എന്താണ് ലിപ്സ്റ്റിക് ആയിട്ടും അതുപോലെ തന്നെ ഐലൈനർ ആയിട്ടൊക്കെ ഉപയോഗിച്ചത് ഏത് തന്നെയാണ് ഈ ഒരു കളറിങ് എന്താണ് ഒരു സബ്സ്റ്റൻസ് തന്നെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇവരുടെ വേഷവിധാനങ്ങളും ഓർണമെൻറ്റ്സും എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളകൾ, മുത്തുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ധാരാളം ഫാക്ടറീസും അതിൻ്റെ വിൽപ്പനയ്ക്കായി കടകളും എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ചൻഹുദാറിലുണ്ടായിരുന്നു. അതുപോലെ മഷിക്കുപ്പി അല്ലെങ്കിൽ ഇങ്ക് പോട്ടുകളും എന്താണ് ചൻഹുദാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ മനുഷ്യർ മുണ്ടും ഷോളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ധരിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു തെളിവ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രീസ്റ്റിൻ്റെ ഒരു പ്രതിമയിൽ നിന്നും മനസ്സിലാക്കി. അതുപോലെ പലതരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ, അതുപോലെ താടിയൊക്കെ അവർ ഏത് രീതിയിലാണ് എന്താണ് മിനുസപ്പെടുത്തി വെച്ചിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ താടിയുടെ ഹെയർ സ്റ്റൈൽ എന്നൊക്കെ അവരുടെ ഫാഷനിൽ അവർ വളരെ കോൺഷ്യസ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ സിന്നബാർ അല്ലെങ്കിൽ മെർക്കുറിക് സൾഫൈഡ് എന്നത് മെർക്കുറിയുടെ അയിരാണ്. ഇത് ചുവപ്പ് നിറത്തിലുള്ള ഒരു കല്ലാണ്. അപ്പോൾ ഇത് അവരെന്താണ് കോസ്മെറ്റിക് ആൻഡ് ഫേസ് പെയിൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിച്ചു. ഇന്നത്തെ റോസ് പൗഡർ ആയിട്ടൊക്കെ നമ്മൾ കവിളുകളിൽ യൂസ് ചെയ്യില്ലേ, സോ അതുപോലെയൊക്കെ എന്ത് ചെയ്തു അവർ എന്താണ് അവർ യൂസ് ചെയ്തത്? സിന്നബാർ അല്ലെങ്കിൽ മെർക്കുറിക് സൾഫൈഡ് അവർ യൂസ് ചെയ്തു. അതുപോലെ തന്നെ അവർ ലിപ്സ്റ്റിക് ആയിട്ടും ഐലൈനറായിട്ടും അവർ യൂസ് ചെയ്തത് തന്നെയാണ് ഈ മെർക്കുറിക് സൾഫൈഡ് തന്നെയാണ്. അതുപോലെ ഹാരപ്പയിലെ പുരുഷന്മാരും സ്ത്രീകളും എന്താണ് പലതരത്തിലുള്ള വലുതും ചെറുതുമായ ഓർണമെൻറ്റ്സും ഇവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ എന്താണ് ഹാരപ്പയിലെ പുരുഷന്മാരും സ്ത്രീകളും എന്ത് ചെയ്തിരുന്നു? പലതരത്തിലുള്ള വലുതും ചെറുതുമായ ഓർണമെൻറ്റ്സ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ച പ്രതിമകളിൽ നിന്നൊക്കെ ഇതിന് നമുക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പ്രീസ്റ്റിൻ്റെ, അതായത് ഒരു പുരോഹിതൻ്റെ പ്രതിമ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലും എന്താണ് അയാൾ ധരിച്ചിട്ടുള്ള ആ ഒരു പുരോഹിതൻ ധരിച്ചിട്ടുള്ള ആ ഒരു കയ്യിൽ ധരിച്ചിട്ടുള്ള ഒരു വളയുണ്ട്. അതുപോലെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടും. പിന്നെ എന്താണ് വേറൊരു ഡാൻസ് കളിക്കുന്ന ഒരു ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞൊരു പ്രതിമ കിട്ടി. അപ്പോൾ അവരുടെ കയ്യിൽ യൂസ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടില്ലേ. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആ തെളിവുകൾ കിട്ടുന്നത്. അതുപോലെ മദർ ഗോഡസ് എന്ന് പറഞ്ഞാൽ അവർ ആരാധിച്ചിരുന്ന ഒരു സ്ത്രീ ദൈവം ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ദേവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും എന്താണ് അവർ ധരിച്ചിരുന്ന വളകളും അതുപോലെ എന്താണ് അവരുടെ മാലയും എന്താണ് അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ എന്താണ് നമുക്ക് തെളിവായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസ്, ജെം സ്റ്റോൺസ്, പിന്നെ ബോൺസ്, പിന്നെ ബേക്ക്ഡ് ക്ലേ ഇതൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ആഭരണങ്ങളും സാധനങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്തൊക്കെയാണ് അവരുടെ ആഭരണങ്ങളിൽ ഉണ്ടായിരുന്നത്? ചില വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ചില മെറ്റൽസ് ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ചില ജെം സ്റ്റോൺസുകൾ അവർ ഉപയോഗിച്ചിരുന്നു. ചെറിയ എല്ലുകളൊക്കെ അവർ ഉപയോഗിച്ചു, ബോൺസൊക്കെ. അതുപോലെ തന്നെ ബേക്ക് ചെയ്തിട്ടുള്ള ക്ലേ ഒക്കെ കുഴച്ച് ഉണക്കി ചുട്ടെടുത്തിട്ടുള്ള ക്ലേ കളിമണ്ണൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ ആഭരണങ്ങളായിട്ടൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ നെക്ലേസുകൾ അവർ ഉപയോഗിച്ചു. ഫില്ലറ്റ്സ് എന്ന് വെച്ചാൽ മുടിയൊക്കെ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിബൺ പോലത്തെ സംഭവങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആംലെറ്റ്സ്, കയ്യിലിടുന്ന വളകൾ, പിന്നെ ഫിംഗർ റിങ്സ്, ഇതൊക്കെ എന്താണ് അവർ യൂസ് ചെയ്തിട്ടുള്ള ആഭരണങ്ങളായിരുന്നു. അപ്പോൾ ഗുജറാത്തിലെ ലോത്തലിലും ചൻഹുദാരോയിലും ഈ ബീഡ്സിൻ്റെ ഇൻഡസ്ട്രിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അത്രയും അവർ ഫാഷനിൽ എന്ത് ചെയ്തു അവർ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ആഭരണങ്ങളിൽ അവർ ബീഡ്സ് യൂസ് ചെയ്യുമല്ലോ, മുത്തുകൾ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഈ മുത്തുകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള കല്ലുകളായിരിക്കും, അല്ലെങ്കിൽ സ്റ്റിയാറ്റായിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തില്ലേ നമ്മുടെ മുദ്രകളൊക്കെ ഉണ്ടാക്കാനായിട്ട്, അപ്പോൾ അത്തരത്തിലുള്ള കല്ലുകളായിരിക്കാം. അല്ലെങ്കിൽ മെറ്റൽ ലൈക്ക് കോപ്പർ, പിന്നെ ബ്രോൺസ്, ഗോൾഡ്, അതുപോലെ എന്താണ് ഷെൽസ്, പലതരത്തിലുള്ള ഷെൽസുകൾ, ക്ലേ അല്ലെങ്കിൽ ടെറാക്കോട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ബീഡ്സൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഗോൾഡൊക്കെ അവർ യൂസ് ചെയ്തെന്ന് പറയും. അപ്പോൾ ഈ ഗോൾഡൊക്കെ എന്താണ് അവർ വിദേശത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തതാണെന്നും കൂടെ നമ്മൾ ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഡിസ്ക് ഷേപ്പ്ഡ്, സിലിണ്ട്രിക്കൽ ഷേപ്പ്ഡ്, സ്ഫെറിക്കൽ, ബാരൽ ഷേപ്പ്ഡ് ആൻഡ് സെഗ്മെൻ്റൽ സൈസിലുള്ള ബീഡ്സുകളും അവർ യൂസ് ചെയ്തിരുന്നു. എങ്ങനെയൊക്കെയാണ് ഡിസ്ക് ഷേപ്പും സിലിണ്ട്രിക്കലും സ്ഫെറിക്കലും ബാരലും സെഗ്മെൻ്റലായിട്ടുള്ള ഷേപ്പിലുള്ള ബീഡ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടുന്ന് കിട്ടിയ തെളിവുകളായിട്ട് ഉള്ള ആഭരണങ്ങളൊക്കെ എന്താണ് ആ ഒരു പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തന്നെ അന്നത്തെ ഗ്രേറ്റ് സ്കിൽ ഓഫ് മാനുഫാക്ചറിങ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ സിന്ധു നിവാസികളുടെ ആ ഒരു സ്കിൽ ഓഫ് മാനുഫാക്ചറിങ് ആണ് നമുക്ക് ഈ ഒരു തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള ബീഡ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെയിൻറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ കളറിൽ മുക്കിയിട്ടുള്ള, അല്ലെങ്കിൽ എച്ചഡ് എന്ന് പറയും, അങ്ങനെയുള്ളവയായിരിക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു വ്യത്യസ്ത നിറങ്ങളിലുള്ള കല്ലുകളും സ്റ്റിയാറ്റൈറ്റ് എന്ന് പറയുന്ന കല്ലിൽ നിന്നും, മെറ്റൽ ലൈക്ക് കോപ്പറിൽ നിന്നും, ബ്രോൺസ്, ഗോൾഡ്, അതുപോലെ പല ഷെൽസ്, ക്ലേ അല്ലെങ്കിൽ ടെറാക്കോട്ടയിൽ നിന്നൊക്കെ എന്താണ് അവർ ബീഡ്സ് അവർ നിർമ്മിച്ചെടുത്തു. ഈ ബീഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു അവർ മാലകൾ അല്ലെങ്കിൽ അതുപോലെ വളകളൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ എന്താണ് ആ സമയത്തെ ഗ്രേറ്റ് സ്കിൽ ഓഫ് അവരുടെ മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു സ്കില്ലാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു സിന്ധു നദീതട നിവാസികളുടെ വേഷവിധാനങ്ങളും ഓർണമെൻറ്റ്സ് എന്നും പറയുന്നത്. ഇനി നമുക്ക് സിന്ധു നിവാസികളുടെ ആചാര രീതി എങ്ങനെയായിരുന്നു എന്നുകൂടെ നോക്കാം. ഓക്കെ,
അപ്പോൾ സിന്ധു നിവാസികൾ എന്താണ് വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു. അതായത് ആൽമരത്തെ ഒരുപാടായിട്ട് അവർ ആരാധിച്ചിരുന്നു. കൂടാതെ കാള എന്ന മൃഗത്തെയും അവർ ആരാധിച്ചിരുന്നു. എന്നാൽ ഇതിന് ശേഷം വന്ന ആര്യന്മാർ പശുവിനെ ആരാധിച്ചിരുന്നതായിട്ടും ഒരു തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സിന്ധു നിവാസികൾ വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ കാള എന്ന മൃഗത്തെയുമാണ് അവർ ആചരിച്ചിരുന്നത്. അപ്പോൾ ശിലകളെ അവർ ആരാധിച്ചിരുന്നു. അതുപോലെ ലിംഗാരാധനയും അതായത് ശിവലിംഗമൊക്കെ അവർ ആരാധിച്ചിരുന്നു. എന്നാൽ ഇവർ വിഗ്രഹാരാധന നടത്തിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ക്ഷേത്രങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ക്ഷേത്ര മാതൃക മോഹൻജദാരോയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ഷേത്രം പോയൊരു മാതൃക എന്താണ് മോഹൻജദാരോയിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സിന്ധു നിവാസികൾ വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു. അതേപോലെ വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ആൽമരത്തെയും കാള എന്ന മൃഗത്തെയും അവർ ആരാധിച്ചിരുന്നു. അതുപോലെ അതേസമയം ഇതിന് ശേഷം വന്ന ആര്യന്മാർ പശുവിനെയാണ് ആരാധിച്ചിരുന്നതെന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ അത് നമ്മളിനി പഠിക്കുക, നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മളതായിരിക്കും ഇനി പഠിക്കുക. അപ്പോൾ ശിലകളെ ഇവർ ആരാധിച്ചിരുന്നു. അപ്പോൾ ലിംഗാരാധനയും അതുപോലെ ശിവലിംഗത്തെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവർ ആരാധിച്ചിരുന്നു. അപ്പോൾ എന്നാൽ ഇവർ വിഗ്രഹാരാധന നടത്തിയിരുന്നതിൻ്റെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല, ക്ഷേത്രങ്ങളുടെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. എന്നാൽ ഒരു ക്ഷേത്ര മാതൃക നമുക്ക് മോഹൻജദാരോയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സിന്ധു നിവാസികളുടെ പുരുഷ ദൈവമാണ് പശുപതി എന്ന് പറയുന്നത്. എന്താണ്, സിന്ധു നിവാസികളുടെ പുരുഷ ദൈവം ഏതാണ്, പശുപതിയാണ്. അപ്പോൾ പശുപതിയുടെ ഒരു രൂപം നമുക്ക് മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ശിവൻ്റെ ആദിമ രൂപമാണ് ഈ പശുപതി എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, ദെൻ സിന്ധു നിവാസികളുടെ സ്ത്രീ ദൈവമാണ് മാതൃദേവത അല്ലെങ്കിൽ ഭൂമി ദേവത അല്ലെങ്കിൽ മദർ ഗോഡസ് എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താണ്, സിന്ധു നിവാസികളുടെ സ്ത്രീ ദൈവം ഏതാണ്, മാതൃദേവത, ഭൂമി ദേവത അല്ലെങ്കിൽ മദർ ഗോഡസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മാതൃദേവതയുടെ ഒരു രൂപം നമുക്ക് ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ചർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗർഭപാത്രത്തിൽ നിന്നും ഒരു സസ്യം വളരുന്ന മാതൃദേവതയുടെ രൂപമുണ്ട്. അപ്പോൾ എന്താണ്, ഗർഭപാത്രത്തിൽ നിന്നും ഒരു സസ്യം വളരുന്ന മാതൃദേവതയുടെ ഒരു രൂപം എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ടെറാക്കോട്ടയിലുള്ളൊരു രൂപം മോഹൻജൊദാരോയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആചാര രീതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, സിന്ധു നിവാസികൾ വൃക്ഷം എന്ന് പറയുമ്പോൾ ആൽമരത്തെയും പിന്നെ കാള എന്ന മൃഗത്തെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ശിലകളെ ആരാധിച്ചിരുന്നു. ലിംഗാരാധന അതായത് ശിവലിംഗത്തെയൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിഗ്രഹാരാധന അവർ വിഗ്രഹം പോലെ വെച്ച് അവർ ആരാധിച്ചിട്ടില്ല. പിന്നെ ക്ഷേത്രങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്ഷേത്ര മാതൃക പോലൊരു നിർമ്മിതി മോഹൻജദാരോയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ സിന്ധു നിവാസികളുടെ പുരുഷ ദൈവമാണ് പശുപതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശുപതിയുടെ ഒരു രൂപം എന്താണ്, മോഹൻജദാരോയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശിവൻ്റെ ആദിമ രൂപമാണിതെന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ സിന്ധു നിവാസികളുടെ സ്ത്രീ ദൈവം അല്ലെങ്കിൽ മാതൃദേവത, ഭൂമി ദേവത, മദർ ഗോഡസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഒരു രൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹാരപ്പയിൽ നിന്നും. ഓക്കെ, പിന്നെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു സസ്യം വളരുന്ന ഒരു മാതൃദേവതയുടെ രൂപവും നമുക്ക് മോഹൻജദാരോയിൽ നിന്നും ഒരു ടെറാക്കോട്ടയിൽ നിന്നുള്ളൊരു രൂപമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സിന്ധു നിവാസികൾ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചവരായിരുന്നു. എന്താണ്, മരണാനന്തര ജീവിതത്തിലും ഇവർ വിശ്വസിച്ചിരുന്നു. ഇത് അവരുടെ ശവമടക്ക് രീതികളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അവരുടെ ശവമടക്ക് രീതികളിൽ നിന്നും നമുക്ക് എന്ത് വ്യക്തമാകുന്നുണ്ട്, ഇവർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ ഇവരുടെ ശവസംസ്കാര രീതി അല്ലെങ്കിൽ ശവം ദഹിപ്പിക്കുന്ന രീതി പൊതുവെ 3 രീതി ഉപയോഗിച്ചായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ വ്യാപകമായി ഉപയോഗിച്ചത് എന്താണ്, ശവം ദഹിപ്പിക്കലാണ് അല്ലെങ്കിൽ കത്തിക്കലാണ് സാധാരണയായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൂടാതെ ശവപ്പെട്ടിയിൽ മൃതദേഹം അടക്കം ചെയ്തതിൻ്റെ തെളിവ് നമുക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ശവപ്പെട്ടിയിൽ മൃതദേഹം അടക്കം ചെയ്തതിൻ്റെ തെളിവ് നമുക്ക് ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നാലും കൂടുതലും ശവം ദഹിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ സിന്ധു സംസ്കാരത്തിൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ട് അതായത് സിന്ധു സംസ്കാരം അധപ്പതിച്ചു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്. അതാണ് സെമിറ്റേരി ഏജ് കൾച്ചർ എന്ന് പറയും. എന്താണ് സെമിറ്റേരി ഏജ് കൾച്ചർ? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇത്തരത്തിലുള്ള ശവസംസ്കാര രീതികൾക്ക് പുറമേ മറ്റു തരത്തിലുള്ള ശവസംസ്കാര രീതികളുടെ തെളിവുകളും ഇന്നത്തെ പഞ്ചാബ്, പാകിസ്ഥാൻ്റെ അടുത്തുള്ള പഞ്ചാബൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സിന്ധു പ്രദേശം എന്നാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. സോ അവിടെ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഈ സംസ്കാരം അവസാനിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇന്ത്യയിലേക്ക് മറ്റാരൊക്കെയോ കുടിയേറുന്നുണ്ടെന്നും തീർച്ചയായും അത് ആര്യന്മാരായിരിക്കും എന്നുള്ള തെളിവുകൾ ഈ നമുക്ക് സിന്ധു പ്രദേശത്തെ വ്യത്യസ്ത രീതിയിലുള്ള ശവസംസ്കാര രീതികളായ സെമിറ്റേരി ഏജ് കൾച്ചറിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവസാന സമയമായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്, ഇവരുടെ ശവമടക്ക് രീതികളിൽ ഒരുപാട് വ്യത്യാസം വന്നു. ഇവർ സാധാരണ ചെയ്യുന്നതിനേക്കാൾ എന്തൊക്കെയോ കുറേ വ്യത്യാസത്തിൽ ശവസംസ്കാര രീതികൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് ഇവർ ആര്യന്മാരാണെന്നും അപ്പോൾ ഇത് അവസാനിക്കാറായിട്ടുണ്ട്, വേറെ കുറേ ആൾക്കാർ ഇതിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നുമാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ അഗ്നികുണ്ഡങ്ങൾ അല്ലെങ്കിൽ ഫയർ ആൾട്ടേഴ്സ്, അതുപോലെ ബലിപീഠങ്ങൾ തുടങ്ങിയ സിന്ധു നിവാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി
നിർമ്മാണവുമായി ബന്ധപ്പെട്ടവ ഇതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ലോത്തലിലും കാളിബംഗാനിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അഗ്നികുണ്ഡങ്ങൾ, അല്ലെങ്കിൽ ബലിപീഠങ്ങൾ, അങ്ങനെ അഗ്നികുണ്ഡങ്ങളും ബലിപീഠങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് ലോത്തലിലും കാളിബംഗാനിൽ നിന്നുമാണ് ഇതിനുള്ള തെളിവുകളൊക്കെ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ പൊതുവായ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പബ്ലിക്കിനായിട്ട് ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ അത് മോഹൻജൊദാരോയിലാണ് ഇങ്ങനെ ഒരു സംഭവം, എന്താണ് ഗ്രേറ്റ് ബാത്ത് ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ വസ്ത്രം മാറാനുള്ള സൗകര്യം ഇവിടെ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ളതും എന്താണ് ഈ ഒരു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ്. സോ ഇത്രയുമാണ് നമുക്ക് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അവരുടെ പ്രതിമകൾ. ഓക്കെ, അവരുടെ സ്റ്റാച്ചു അല്ലെങ്കിൽ പ്രതിമകളിൽ അവരുടെ പ്രാവീണ്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് 3D അല്ലെങ്കിൽ ത്രിമാന രൂപത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കാൻ ഹാരപ്പൻ ജനത വളരെ നന്നായി ശീലിച്ചിരുന്നു. അപ്പോൾ പ്രധാനമായും 2 തരത്തിലുള്ള രൂപങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചത്. ഒന്നെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അരഭാഗമുള്ളൊരു രൂപമാണ്. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എന്താണ്? ഒരു മനുഷ്യൻ്റെ അരഭാഗമുള്ള രൂപം. അത് ചുവന്ന സാൻഡ് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു റെഡ് കളറിലുള്ള ഒരു സ്റ്റോണിലാണ് ഒരു മനുഷ്യൻ്റെ അരഭാഗമുള്ള രൂപം നിർമ്മിച്ചിട്ടുള്ളത്. രണ്ടാമതെന്ന് പറയുന്നത് താടിയുള്ള ഒരു മനുഷ്യൻ്റെ രൂപം. അതെന്ന് പറയുന്നത് സോഫ്റ്റ് സ്റ്റോണിൽ നിർമ്മിച്ചിട്ടുള്ള താടിയുള്ളൊരു മനുഷ്യൻ്റെ രൂപം. സോ ഇങ്ങനെ 2 തരത്തിലുള്ളൊരു രൂപങ്ങളാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചത്. ഇത് കാണുമ്പോൾ നമുക്കറിയാം എന്താണ് ത്രിമാന രൂപത്തിലുള്ള 3D പോലെയുള്ളൊരു രൂപം തന്നെയാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു താടിയുള്ളൊരു മനുഷ്യൻ്റെ രൂപം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ്റെ രൂപമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ നീളമുള്ളതും പകുതി അടഞ്ഞതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു മെഡിറ്റേഷനിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ധ്യാന നിമഗ്നനായി ഇരിക്കുന്ന പോലെയൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇദ്ദേഹം ഒരു ഷോൾ ധരിച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഷോളിൽ 3 ഇതളുള്ള ഒരു പാറ്റേൺ, അല്ലെങ്കിൽ അതിന് ട്രിഫോയിൽ പാറ്റേൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രിഫോയിൽ പാറ്റേണിലുള്ള പുള്ളികളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനും കഴിയുന്നുണ്ട്. സോ അതൊക്കെ അവരുടെ ഒരു ആർട്ടിൻ്റെ ഭാഗമാണ്. മീശ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല. ബാക്കി താടിയൊക്കെ നന്നായിട്ട് വെട്ടി ഒതുക്കിയ ഒരു രൂപമാണ് ഇവിടുത്തെ പുരുഷന്മാരുടേതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നെറ്റി ഭാഗത്തായിട്ട് ഒരു ആഭരണം ഇദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അതുപോലെ വലതു കയ്യിൽ ഒരു ആംലെറ്റ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത് അന്നത്തെ മനുഷ്യരിൽ പുരുഷന്മാരുൾപ്പെടെ ആഭരണം ധരിച്ചിരുന്നതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് ഈ ഒരു പ്രതിമയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രതിമകൾ അല്ലെങ്കിൽ സ്റ്റാച്ചു എന്ന് പറയുമ്പോൾ 3D അല്ലെങ്കിൽ ത്രിമാന രൂപത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കാൻ ഹാരപ്പൻ ജനത വളരെ നന്നായി ശീലിച്ചിരുന്നു. അതിൻ്റെ തെളിവുകൾ നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ഒരു മനുഷ്യൻ്റെ അരഭാഗമുള്ള രൂപം, ഇത് ചുവന്ന സാൻഡ് സ്റ്റോണിൽ നിർമ്മിച്ചതും. മറ്റൊന്ന് താടിയുള്ളൊരു മനുഷ്യൻ്റെ രൂപം, അത് സോഫ്റ്റ് സ്റ്റോണിൽ നിർമ്മിച്ചതുമാണ്. അപ്പോൾ താടിയുള്ള ഒരു മനുഷ്യൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു പുരോഹിതൻ്റെ രൂപമായിട്ടാണ് നമ്മൾ ഉപമിച്ചിരിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നീളമുള്ളതും പകുതി അടഞ്ഞതുമാണ്. അതുപോലെ ഇദ്ദേഹം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ധ്യാന നിമഗ്നനായി ഇരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഇദ്ദേഹം ഒരു ഷോൾ ധരിച്ചിട്ടുണ്ട്. ആ ഷോളിലാണെങ്കിൽ 3 ഇതളുകളുള്ള പാറ്റേണിലുള്ള ചെറിയ പുള്ളികളൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. അതുപോലെ മീശ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ വ്യക്തമല്ലെങ്കിലും അതുപോലെ വെട്ടി ഒതുക്കിയ താടിയും മുടിയുമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നെറ്റി ഭാഗത്തായിട്ട് ഇദ്ദേഹം ഒരു ആഭരണം ധരിച്ചിട്ടുണ്ട്. അതുപോലെ വലതു കയ്യിൽ ഒരു ആംലെറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അന്നത്തെ മനുഷ്യന്മാരിൽ അത് സ്ത്രീയും പുരുഷനും ഒക്കെ ഒരേപോലെ ആഭരണം ധരിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്കിതിൽ നിന്നും ലഭ്യമാകുന്നത്. ഇതുപോലെ മറ്റു പ്രതിമകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡാൻസിങ് ഗേൾ, അതുപോലെ മറ്റു കുഞ്ഞു മൃഗങ്ങളുടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ ത്രിമാന രൂപത്തിലുള്ളൊരു പ്രതിമ എന്നൊക്കെ പറയുമ്പം ഇതുപോലെയാണ് ഇരിക്കുക. ഇനി നമുക്ക് സിന്ധു നിവാസികളുടെ പാത്ര നിർമ്മാണ രീതി അല്ലെങ്കിൽ അവരുടെ പോട്ടറി എങ്ങനെയായിരുന്നു എന്നും കൂടെ നോക്കാം. ഓക്കെ, ദെൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സമയത്ത് പാത്ര നിർമ്മാണം വളരെയധികം വികാസം പ്രാപിച്ചിരുന്നു. അപ്പോൾ പ്രധാനമായും 2 തരത്തിലുള്ള പാത്രങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, പാത്രങ്ങളുടെ മുകളിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഗ്രാഫിക്സ് എന്തെങ്കിലും ഇമേജസ് ഒക്കെ ഉള്ള പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത വളരെ പ്ലെയിൻ ആയിട്ടുള്ള പാത്രങ്ങളുമാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വ്യത്യസ്ത വലിപ്പത്തിലും സൈസിലുമുള്ള പലതരം പാത്രങ്ങളും നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സമയത്ത് പാത്ര നിർമ്മാണം വളരെയധികം വികാസം പ്രാപിച്ചിരുന്നു. പ്രധാനമായും 2 തരത്തിലുള്ള പാത്രങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിച്ചത്. ഒന്നെന്ന് വെച്ചാൽ പാത്രങ്ങളുടെ മുകളിൽ ചിത്രങ്ങളോ ഗ്രാഫിക്സോ ഇമേജസ് ഒക്കെ ഉണ്ടായിരിക്കും. മറ്റൊന്നിലാണെങ്കിൽ ചിത്രങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള പാത്രങ്ങളോ ആയിരിക്കും. സോ വ്യത്യസ്ത വലിപ്പത്തിലും സൈസിലുമുള്ള പലതരം പാത്രങ്ങൾ നമുക്ക് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ചക്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ് ഹാൻഡ് മെയ്ഡ് പാത്രങ്ങളേക്കാൾ നമുക്ക് ഇവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചക്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളാണ് കൂടുതലായിട്ടും കിട്ടിയത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് പോട്ടറീസ് എന്ന് പറയുമ്പോൾ സിമെട്രിക്കൽ ആയിരില്ല, കൈകൊണ്ട് നിർമ്മിച്ചതല്ലേ. അതുകൊണ്ട് തന്നെ അവയുടെ ഷേപ്പും സൈസും ഒന്നും കൃത്യമായ മെഷർമെൻറ്റ്സിലൊന്നും ആയിരിക്കില്ല. എന്നാൽ വീൽ മെയ്ഡ് പോട്ടറീസ് എന്ന് പറയുന്നത് വളരെ സിമെട്രിക്കലും ഷേപ്പ്ഡും ഒക്കെ ആയിരിക്കും. അതൊക്കെ നമുക്ക് ഇവിടെ തെളിവുകളായിട്ട് കിട്ടിയിട്ടുമുണ്ട്.
അതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള പെയിൻറ്റഡ് പോട്ടറീസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ കൂടുതലും. ഏതാണ്? റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ. അപ്പോൾ എന്നാൽ പ്ലെയിൻ പോട്ടറീസും നമുക്ക് ധാരാളമായി ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്? പ്ലെയിൻ ആയിട്ടുള്ള പോട്ടറീസ് ആണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ചില പ്ലെയിൻ പോട്ടറീസിലെ ലൈനൊക്കെ വരച്ച് ജസ്റ്റ് ഒരു വര പോലെയൊക്കെ വരച്ച് ഡിസൈൻ ചെയ്തതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പാത്രങ്ങളുടെ മുകളിൽ തിളക്കം കിട്ടാനായിട്ട് കറുത്ത പെയിൻറ്റ് കൊണ്ട് ജിയോമെട്രിക് രൂപങ്ങളൊക്കെ ചിത്രീകരിച്ച പോട്ടറീസ് നമുക്കിതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സിന്ധു നിവാസികളുടെ പോട്ടറീസ് നിർമ്മാണവും അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമ്മൾ അവർ എന്തിനാണ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് ഹൗസ് ഹോൾഡ് പർപ്പസിന് വേണ്ടി അവർ ഉപയോഗിച്ചു. അതായത് വെള്ളം ശേഖരിച്ച് വെക്കാനും അതുപോലെ ഫുഡ്, ധാന്യങ്ങൾ ഇതൊക്കെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. മറ്റൊന്ന് ഫോർ ഡെക്കറേഷൻ. അപ്പോൾ എന്താണ്? 1 ഇഞ്ചിന് താഴെയുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവർ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ മറ്റൊന്നാണ് യൂസ്ഡ് ഓഫ് പെർഫോറേറ്റഡ് പോട്ടറി. അതായത് തുളകളുള്ള പാത്രങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അതെന്തിനാണെന്നറിയോ? പാത്രത്തിൻ്റെ ചുവട്ടിലായിട്ട് വലിയ ഹോളും സൈഡിലായിട്ട് ചെറിയ ചെറിയ ഹോളും ഇട്ട് ഉള്ള പാത്രങ്ങളാണ് ഇങ്ങനെയുള്ള പെർഫോറേറ്റഡ് പോട്ടറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും മദ്യം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത്തരം പാത്രങ്ങൾ തിളയ്ക്കുമ്പോൾ അതിൽ നിന്നുള്ള വേപ്പർ ഈ തുളകളിലൂടെ പുറത്തെടുത്ത് അത് തണുപ്പിച്ചിട്ടാണ് മദ്യം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പാത്രങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഹൗസ് ഹോൾഡ് പർപ്പസ്, പിന്നെ ഒന്ന് ഫോർ ഡെക്കറേഷൻ, പിന്നെ ഒന്ന് യൂസ്ഡ് ഫോർ പെർഫോറേറ്റഡ് പോട്ടറി. അപ്പോൾ ഹൗസ് ഹോൾഡ് പർപ്പസ് എന്ന് പറയുമ്പം വാട്ടർ, ഫുഡ്, അതുപോലെ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും, ഫോർ ഡെക്കറേഷൻ എന്ന് പറയുമ്പം 1 ഇഞ്ചിന് താഴെയുള്ള ചെറിയ പാത്രങ്ങളൊക്കെ ഡെക്കറേഷൻ പർപ്പസിനായിട്ട് ഉപയോഗിച്ചു. അതുപോലെ പെർഫോറേറ്റഡ് പോട്ടറി എന്ന് പറയുമ്പോൾ തുളകളുള്ള പാത്രങ്ങൾ മദ്യനിർമ്മാണത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിന്ധു നിവാസികൾ ടെറാക്കോട്ട രൂപങ്ങൾ നിർമ്മിച്ച ആ ഒരു പ്രാവീണ്യവും കൂടെ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഓക്കെ, വ്യക്തമല്ലാത്ത മനുഷ്യരൂപമല്ലാതെയുള്ള കളിമൺ രൂപങ്ങളും ഇവർ ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് മദർ ഗോഡസിൻ്റെ പ്രതിമയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അതുപോലെ ടോയ് കാർട്ട് വിത്ത് വീൽസ്. അപ്പോൾ അന്നത്തെ കാലത്ത് വീൽസ് ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. അതായത് ഇതിലെ കാളവണ്ടി പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ. അതുപോലെ ചെറിയ ചെറിയ മൃഗങ്ങളുടെ, പിന്നെ ബേഡ്സിൻ്റെ, ആനിമൽസിൻ്റെ, പിന്നെ കളിപ്പാട്ടങ്ങളുടെ, അങ്ങനെ പല രൂപങ്ങൾ ടെറാക്കോട്ടയിൽ നിർമ്മിച്ച രൂപങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, തെളിവുകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം കൂടുതലും വ്യക്തമല്ലാത്ത രീതിയിലുള്ള രൂപങ്ങളായിരിക്കും ടെറാക്കോട്ടയിൽ നിർമ്മിച്ച രൂപങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിനുള്ള കാരണങ്ങൾ എന്താണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് കാലാവസ്ഥയിലുള്ള മാറ്റമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്ന് വലിയ പ്രളയം വന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്ന് സിന്ധു നദി ഗതി മാറാൻ ഒഴുകാൻ ഇതിന് കാരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഖഗ്ഗർ, ഹാക്ര എന്നീ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു സിന്ധു നദീതട കേന്ദ്രമാണ് കാളിബംഗാൻ എന്ന് പറയുന്നത്. സോ ഈ നദി വറ്റുവരണ്ടു പോയതൊരു കാരണമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ആര്യന്മാരുടെ ആക്രമണം ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിന് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും കാരണങ്ങളാണ് പ്രധാനമായിട്ടും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കാലാവസ്ഥയിലുള്ള മാറ്റം, ഒരു വലിയ പ്രളയം ഉണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ സിന്ധു നദി ഗതിമാറാൻ ഒഴുകാൻ കാരണമായതായിരിക്കാം, അല്ലെങ്കിൽ ഖഗ്ഗർ, ഹാക്ര എന്നീ നദിയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട ഒരു സിന്ധു നദീതട കേന്ദ്രമാണ് കാളിബംഗൻ. സോ ഈ നദി വറ്റി പോയത് ഇതൊരു കാരണമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആര്യന്മാരുടെ ആക്രമണമാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് RL റേക്സ്. RL റേക്സിൻ്റെ അഭിപ്രായത്തിൽ പ്രളയമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിന് കാരണമെന്നാണ്. പ്രളയമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിന് കാരണമെന്ന് പറഞ്ഞത് ആരാണ്? RL റേക്സ് എന്ന് പറഞ്ഞ ഒരു ചരിത്രകാരനാണ്. അതേപോലെ മോർട്ടിമർ വീലർ എന്താണ് പറയുന്നത്? ആര്യന്മാരുടെ ആക്രമണമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവസാനം എന്നാണ്. ആര്യന്മാരുടെ ആക്രമണമാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവസാനത്തിന് കാരണമെന്ന് പറഞ്ഞത് ആരാണ്? മോർട്ടിമർ വീലറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ആര്യന്മാരുടെ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക.